ഇന്നിതേ രാവിലെ എഴുന്നേറ്റത് നല്ലൊരു തണുത്ത ക്ലൈമറ്റായിരുന്നേ. അപ്പം കാറ്റൊക്കെ വന്ന് ശരിക്കും ശിശിരകാലം തുടങ്ങി. അത് കണ്ടോ, ഇലയൊക്കെ നന്നായിട്ട് പൊഴിഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഇലയും പൊഴിയാൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. മഞ്ഞ കളറിലുള്ള ഇല മുഴുവൻ താഴെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നേ. ഇത് കണ്ടോ, അവിടെയൊക്കെ ചുറ്റും താഴെ ഫുള്ളായിട്ട് ഇലകൾ വന്ന് വീണ് കിടക്കുക. ഇപ്പം തന്നെ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഇത്രയും ഇലകൾ വീഴുന്നു. ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ഉണ്ടാവും. ഇത് മുഴുവൻ മഞ്ഞ കളറിലുള്ള ഇലയാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഇച്ചിരി മഴയുണ്ടായിരുന്നു രാവിലെ, ചെറുതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ തുള്ളികളൊക്കെയാണ് ഈ ഇലയിൽ കിടക്കുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഒത്തിരി. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പം അധികം കാറ്റില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് നല്ല കാറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഇച്ചിരി കാറ്റ് വരുമ്പോഴത്തേക്കും തന്നെ ഇലകളൊക്കെ പൊഴിയും, കാരണം നന്നായിട്ട് പഴുത്ത് നിൽക്കുമല്ലേ. അപ്പം ജസ്റ്റ് ഒരു കാറ്റ് വരുമ്പോഴത്തേക്കും തന്നെ ഇത് കണ്ടോ, മുഴുവൻ നന്നായിട്ട് ഇങ്ങനെ ഇരിക്കുമോ. പക്ഷേ ഇത് അടുത്ത കാറ്റ് വന്നപ്പോഴത്തേക്കും ഈ ഇലകളൊക്കെ പറന്നു പോയേ, നമുക്ക് അടിക്കേണ്ടി ഒന്നും വന്നില്ല, അതങ്ങനെ തനിയെ തന്നെ പോയി. ഇതുണ്ട്, നല്ല സ്റ്റാർ ഷേപ്പിലാണ് ഈ ഇല നിൽക്കുന്നത്. അതും നല്ല മഞ്ഞ കളറിൽ നിൽക്കുമ്പം നല്ല രസമാണ് കാണാൻ തന്നെ. കൊഴിഞ്ഞ് വീണാലും അതിനൊരു ഭംഗിയുണ്ടല്ലേ. ഇനി ഇത് ചുവപ്പ് കളറാവും. ഇന്നിപ്പം നല്ലൊരു എന്താ പറയുക, നല്ല ക്ലൈമറ്റ് ആണ് എന്ന് പറഞ്ഞാൽ. ഇത്തിരി മഴ ഉണ്ടായിരുന്നു രാവിലെ, ചെറുതായിട്ട്, ഒരുപാട് മഴയില്ല, പക്ഷെ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചോളത്തിന്റെ ഒരു പൊടി കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് പണ്ട് അംഗൻവാടിയിലൊക്കെ കിട്ടുമായിരുന്നല്ലോ ഒരു ഉപ്മാവ് എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറിലൊക്കെ. എനിക്കറിയത്തില്ല എല്ലാവിടെയും കിട്ടുമെന്ന്. ഗോതമ്പ് ഉപ്മാവ് കിട്ടും ഒരെണ്ണം, പിന്നെ എന്ന് പറയുന്നത് ഈ ചോളത്തിന്റെ ഉപ്മാവായിരിക്കും. അത് ശരിക്കും നല്ല ടേസ്റ്റാണ് ചോളത്തിന്റെ ഉപ്മാവ് എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ അത്? ശരിക്കും നമ്മളൊക്കെ കുഞ്ഞതായിരിക്കുമ്പോൾ അവർ ഇങ്ങനെ പാക്കറ്റ് തന്നെ, നമുക്കിപ്പോൾ ഈ അമൃത പൊടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടത്തില്ലേ, അതുപോലെ തന്നെ ഈ ചോളത്തിൻ്റെ പൊടിയും നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഇങ്ങനെ കൊടുത്തയക്കുമായിരുന്നു. അപ്പം അത് ചുമ്മാ കഴിക്കാനേ നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക മധുരമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആ ഒരു പൊടി അല്ല, പക്ഷെ ചോളത്തിൻ്റെ പൊടി മാത്രമാണ്. അല്ലാതെ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ആ മധുരവും അങ്ങനെയൊന്നും ഇല്ല ഇതിൽ. അപ്പം പക്ഷെ എന്തായാലും ആ ഒരു ഏകദേശം ആ ഒരു ടേസ്റ്റ് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലത്തെ ഒരു ഉപ്മാവ് ഉണ്ടാക്കാൻ രാവിലെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. ഇവിടെ ഭയങ്കര കാറ്റും തണുപ്പുമാണ്. അപ്പോൾ അകത്തോട്ട് പോവാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല ചിലപ്പം. അതുകൊണ്ട് ബാക്കിയുള്ളത് ഇനി രാവിലത്തെ തൊട്ട് മുഴുവനായിട്ടുള്ള വ്ളോഗാണ്. അപ്പം സ്വീറ്റ് റെസിപ്പി ഉണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നല്ല എളുപ്പത്തിലുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 2 ചേരുവകൾ മാത്രമായിട്ട്. നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സ്വീറ്റ് റെസിപ്പിയും കൂടെ ഇന്നത്തെ ഇതിലുണ്ട്, വ്ളോഗിലുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ നമുക്ക് കിടക്കാം വ്ളോഗിലോട്ട്. അപ്പോൾ നമുക്കിനി അകത്തോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഭയങ്കര തണുപ്പ്. അപ്പോൾ നമ്മൾക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മഞ്ഞ ചോളത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. നമ്മുടെ അംഗൻവാടിയിലെ ഉപ്മാവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലൊരു പ്രത്യേകിച്ച് ഒരു ഇച്ചിരി മധുരത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലിലൊരു ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ടാണ്, വെള്ളത്തിന് പകരം അങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ ഒരു 3/4 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് കറക്റ്റായിട്ടില്ല പൊടി, അതുകൊണ്ട് 3/4 കപ്പ് പാൽ ആവശ്യം വന്നുള്ളേ. കുറച്ച് സാധാരണ പുട്ടിന് കുഴയ്ക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടെ വെള്ളം ചേർത്തിട്ട് വേണം കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെയാണ് പറഞ്ഞു തന്നത്. കാരണം ഞാൻ ഒത്തിരി ഇതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു റെസിപ്പീസൊക്കെ, പക്ഷെ അതൊന്നും കിട്ടില്ല. എല്ലാവരും സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലോട്ട് ഇട്ടിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. പക്ഷെ എത്ര അങ്ങനെ ഇച്ചിരി വെള്ളം വെച്ചാൽ കൂടെ അത് ആ ഒരു കറക്റ്റ് ടേസ്റ്റിന് കിട്ടില്ല. ഞാൻ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇങ്ങനെ അമ്മയോട് ചോദിച്ചിട്ട് ഇങ്ങനെ എങ്ങനെയാണ് നമുക്ക് പണ്ടൊക്കെ ആ ഒരു ഉപ്മാവ് കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത്, ഇങ്ങനെ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഞാനതിൽ ഉപ്പൊക്കെ ചേർത്ത് പാലും പഞ്ചസാരയും കൂടെ ഉള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ കടുകിടുക. പിന്നെ ഞാൻ കുറച്ച് വറ്റൽമുളകും കറിവേപ്പില ഇടുന്നുണ്ട്. ഇതൊക്കെ ഇടുമെന്ന് എനിക്ക് ഓർമ്മയില്ലേ, കടുകുണ്ട് എന്തായാലും. അപ്പം അതിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ പൊടിയും കൂടെ ഇട്ടിട്ട് ഇനി ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മൂടി വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ നന്നായിട്ട് ഇങ്ങനെ പൊടി നനഞ്ഞിരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അതിങ്ങനെ ഫ്രൈ ആയ പോലെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പൊടികളും നന്നായിട്ട് നനഞ്ഞിരിക്കണം. ഇച്ചിരി കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് ആ അംഗൻവാടി ഉപ്മാവിലൊക്കെ കിട്ടുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ടകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കട്ടകളിങ്ങനെ വന്നതൊന്നും ഇങ്ങനെ ഉടച്ചിട്ടില്ലേ. അപ്പോൾ അത് ഇങ്ങനെ ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ടാവും. നല്ല എളുപ്പമായിട്ടുള്ളൊരു പണിയാണിത്. നല്ല ടേസ്റ്റിയാണിത്. ഇതാണ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള കളറ്, ഒറിജിനൽ കളർ ഇതാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വിക്കിക്ക് ഇതിൻ്റെ കൂടെ പഞ്ചസാര എക്സ്ട്രാ ഇട്ടിട്ടാണ് കൊടുത്തത്. അവന് ഈ പുട്ടും ഇങ്ങനെയുള്ള ഉപ്മാവൊക്കെ പഞ്ചസാരയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ലഞ്ചിനാണ് നോക്കുന്നത്. അപ്പം ചോറ് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുമ്പളങ്ങ ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുമ്പളങ്ങ ഇവിടെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം കണ്ടപ്പം ഞാൻ പെട്ടെന്ന് വാങ്ങി, അത് കിട്ടുകയും ചെയ്തു. അപ്പം കുമ്പളങ്ങ കൊണ്ട് ഇന്നൊരു പുളിങ്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പുളിങ്കറി എന്ന് പറയുമ്പം നല്ല എളുപ്പത്തിലുള്ള പാലക്കാടൻ രീതിയിലുള്ള കറിയാണ്, പരിപ്പിട്ടിട്ടുള്ള കറിയാണ്. വേറെ ഒന്നും ആവശ്യമില്ല, കുമ്പളങ്ങ മാത്രം മതി ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഞാനിതിപ്പം മുഴുവൻ കുമ്പളങ്ങ എടുക്കുന്നില്ല, ഒരു പകുതിയില്ല, കുറച്ച് എടുക്കുന്നുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ളത് നമ്മൾക്ക് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലയെന്ന് വെച്ചാൽ കേട് വന്നു പോകും എന്തായാലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പം കുമ്പളങ്ങയല്ലേ, അതുകൊണ്ട് ഇനിയിപ്പം അവിയൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുമ്പളങ്ങ ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് ഇനി അത് ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ ആദ്യം കറിക്ക് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങ ഇതുപോലൊന്ന് കട്ട് ചെയ്യുവാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഒരുപാട് ചെറുതാക്കണ്ട. ഇതൊക്കെ പണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറികൾ തന്നെയാണ്, അമ്മ ഉണ്ടാക്കുന്ന കറി തന്നെയാണ്. അപ്പം അതിന് ശേഷം ഇത് ഞാനൊന്ന് നീളത്തിൽ മുറിക്കുകയാണ്. എന്തായാലും പിന്നീട് ഉണ്ടാക്കുമ്പോൾ അവിയലേ ഉണ്ടാക്കുകയുള്ളൂ, വേറെ പിന്നെ ഒന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നീളത്തിൽ മുറിച്ചിട്ടാണ് എടുത്ത് വയ്ക്കാൻ പോകുന്നത്. അപ്പം സിപ്പ് ലോക്കിൽ എടുത്ത് വയ്ക്കുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അത് വെള്ളവും അല്ലെങ്കിൽ ഐസ് അങ്ങനെയൊന്നും ഉള്ളിലോട്ട് കയറില്ല. അപ്പോൾ ഈ കുമ്പളങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഞാൻ നേരത്തെ തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബീറ്റ്റൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പച്ചടിക്കുള്ള ഒരു ബീറ്റ്റൂട്ട് കണ്ടേ. ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഓരോന്ന് തിരഞ്ഞു നോക്കിയപ്പം ഓണത്തിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബീറ്റ്റൂട്ടാണ്. അപ്പോൾ അതെന്തായാലും ഒരെണ്ണം ബാക്കിയുണ്ട്. അതിൻ്റെ കളറൊക്കെ പോയി തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മൾ വെക്കും തോറും ആ ഒരു റെഡ് കളർ പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തായാലും അത് കണ്ടപ്പോൾ ഒരു പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് അരിഞ്ഞെടുക്കുവാണേ. കണ്ടോ, കളർ അധികമൊന്നും ഇല്ല. എന്തായാലും പച്ചടിക്കും കളർ അധികം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇനി ഇത് ഞാൻ വേവിക്കാൻ വെക്കുന്നത് അവനിലാണ് വെക്കാൻ പോകുന്നത്. കാരണം മടിയായി. ഇനിയിപ്പം ഈ ഒരു 4 കഷ്ണമല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിലാണെങ്കിലും വെന്ത് കിട്ടിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. അത് അപ്പുറത്ത് ചോറ് ഇരിക്കുന്നുണ്ട്, അത് വെന്തിട്ടില്ല കേട്ടോ. അത് കുറച്ച് സമയം എടുക്കും വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഈ പരിപ്പിലോട്ട് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള കുമ്പളങ്ങ ചേർക്കുക. ഇതൊക്കെ എളുപ്പത്തിലുള്ള കറികളാണ്. പെട്ടെന്നൊക്കെ ആവണമെങ്കിൽ പരിപ്പ് വേവിക്കാൻ മാത്രമേ ഒരു ടൈമുള്ളൂ. അതിനുശേഷം ബാക്കിയെല്ലാം പെട്ടെന്ന് ആയിക്കോളും. അപ്പം ഇനി കുമ്പളങ്ങ ചേർത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് പൊടികളൊക്കെ ചേർക്കണം നമുക്ക്. ഇതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇടുന്നത്. എല്ലാം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഓരോ സ്പൂൺ ഇട്ടാൽ മതി. ഇപ്പം ഞാനിതൊന്നും റെസിപ്പി ആയിട്ട് ചെയ്യാത്തത് കൊണ്ടൊന്നും അളന്നിട്ടല്ല ഇടുന്നത്, അങ്ങനെ അങ്ങ് കൊട്ടുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണേ, ആ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം പുളി ഒഴിക്കണം. പുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം, ഒരു നെല്ലിക്ക അളവിലായാലും മതി. അതിന് ശേഷം അത് പുളിയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക. പിന്നെ വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും വിക്കി വന്നു. വിക്കിക്ക് ഒന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ക്യാമറ കണ്ടപ്പോൾ ഹായ് പറയുമായിരുന്നു. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ആ സമയം കൊണ്ട് നമ്മൾക്ക് തേങ്ങ വേണം ഇതിലോട്ട്, തേങ്ങയുടെ അരപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറും തേങ്ങ മാത്രം ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. അപ്പം നമ്മുടെ ഈ പുളിയൊക്കെ ചേർത്തിട്ടുള്ള കുമ്പളങ്ങ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കുക അപ്പോൾ തന്നെ.
അതിന് ശേഷം പിന്നെ ഇനി ഇതൊന്ന് ആ തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് തിളപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവേ. അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുള്ളതുകൊണ്ട് ഞാൻ രണ്ടാമത് ഉപ്പിട്ടതാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, നമുക്ക് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാനവിടെ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പച്ചടിയല്ല, കിച്ചടിയാണല്ലോ. കിച്ചടിയും ബീട്രൂട്ടിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കടുകും കറിവേപ്പില ഇട്ടിട്ട് താളിക്കുകയാണ് വെളിച്ചെണ്ണയിൽ. കിച്ചടി പിന്നെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് കാണിക്കാത്തത്. ഇനി ഈ വെളുത്തുള്ളിയും കടുകും കറിവേപ്പില ഇടുന്നത് നമ്മുടെ ഈ കറിക്ക് വേണ്ടിയിട്ടാണ്. അതും കൂടെ ഇട്ടിട്ട് അതും താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം കറിയും റെഡിയായി. പിന്നെ നമ്മൾ പയറുപ്പേരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അത് ഞാൻ എടുത്തില്ല, സിമ്പിളായിട്ടുള്ള പയറുപ്പേരിയാണല്ലോ. അപ്പോൾ അതിവിടെ കിടന്ന് വെന്ത് റെഡിയായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ലഞ്ചിനെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചെറിയ ലഞ്ചാണ്. എപ്പോഴും ഇവിടെ ചെറിയ ലഞ്ച് തന്നെയാണ്. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്ന് വെച്ചാൽ വലിയ കുറേ കറികളും അങ്ങനെയൊന്നും ഉണ്ടാവാറില്ലേ. എപ്പോഴും എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം കുമ്പളങ്ങക്കറിയൊക്കെ ശരിക്കും പാലക്കാടിൻ്റെ ഓർമ്മയാണ് വരുന്നത്. പിന്നെ പയറുപ്പേരിയും അതുപോലെ തന്നെ കുറച്ച് ബീട്രൂട്ടിൻ്റെ കിച്ചടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ചെന്ന് പറയണത്. അപ്പോൾ ഉച്ചക്കലത്തെ ഊണെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം കുറച്ച് എഡ്ജിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത് 4 മണിത്തേക്കുള്ള സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതിന് മുൻപ് സ്വീറ്റ് ഉണ്ടാക്കുന്നത് ബ്രെഡ് കൊണ്ടാണ്. അപ്പം ബ്രെഡ് വരണം. ബ്രെഡിന് ഓർഡർ ചെയ്തിരിക്കുവാണ്. ബ്രെഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പം 5 മണിക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇരുന്നതായിരുന്നു. പക്ഷെ അപ്പം ബ്രെഡില്ല. അപ്പോൾ പിന്നെ ബ്രെഡ് നേരത്തെ ഇന്നലെ തന്നെ ഓർഡർ ചെയ്ത് വെച്ചതാണ്. ഇന്നാണ് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ തക്കാളി, ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തീർന്നു പോയായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രെഡും കൂട്ടത്തിൽ ചെയ്തു. പക്ഷെ രാവിലത്തെ ഒരു ഇതിൽ വരും എന്നാണ് വിചാരിച്ചത്, ഇന്നലെ വൈകുന്നേരം ചെയ്തപ്പോൾ തന്നെ. പക്ഷേ ലേറ്റായി, എന്താണെന്ന് അറിയത്തില്ല. അപ്പം ലേറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു ഇനി ഇത് ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ എന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഈ സ്വീറ്റ് റെസിപ്പി ബ്രെഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും സ്റ്റേറ്റസ് ഇങ്ങനെ നോക്കിയപ്പോൾ വന്നുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഇനി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് വൈകുന്നേരത്തെ സ്വീറ്റ് റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കുറച്ച് മുൻപ് കിട്ടിയതേ ഉള്ളൂ. അപ്പം അതിനകത്ത് ആദ്യം നോക്കിയത് ബ്രെഡ് ഉണ്ടോയെന്നാണ്. ഓപ്പൺ ചെയ്തതും ബ്രെഡ് വന്നിട്ടുണ്ട്. ബ്രെഡ് ഇവിടെ ഇച്ചിരി കൂടുതൽ വാങ്ങിക്കാറുണ്ട്, കാരണം എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാറുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട്. പിന്നെ തക്കാളി, അതുപോലെ ഉള്ളി, അതൊക്കെയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു, പിന്നെ പാലും അതുപോലെ തൈര്, മുട്ട, ഈ ഒരു സാധനം, അങ്ങനെയുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ ബ്രെഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബ്രെഡിൻ്റെ സ്വീറ്റ് ഉണ്ടാക്കാം. ഇത് നല്ല എളുപ്പമാണ്. ഒന്നും വേണ്ട, നമുക്ക് ബ്രെഡ് വേണം, പഞ്ചസാര വേണം, പിന്നെ കുറച്ച് എണ്ണയും വേണം, അത്രേ വേണ്ടുള്ളൂ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇനിയെ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 3 വലിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആദ്യം ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്യണതാണ് നല്ലത്, കാരണം എല്ലാം ഒരേപോലെ ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാലാണ് വരുള്ളൂ. അപ്പം അതിന് ശേഷം പിന്നെ ഇതൊന്ന് നടുവേ മുറിച്ചെടുക്കുകയാണ്, ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നിട്ട് വീണ്ടും 2 പ്രാവശ്യം ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം ചെറിയ ട്രയാങ്കിൾ പീസസ് ആയിട്ട് കിട്ടും. ഇനി അഥവാ ആ ഒരു ഷേപ്പിൽ വേണ്ടെങ്കിൽ വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, അതൊന്നും പ്രശ്നമില്ല. എങ്ങനെയായാലും കട്ട് ചെയ്താലും ടേസ്റ്റൊക്കെ ഒരേ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം ഇങ്ങനെ വറുത്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് വറുക്കാം. എന്നുവെച്ചാൽ വലിയ പാത്രമാണെങ്കിൽ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം 2 സൈഡും. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് തോന്നും. അപ്പോഴാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത്.
മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ബ്രെഡാണ് ഇത്. ജസ്റ്റ് ഈ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് തന്നെയാണ്, ഒരു 30 സെക്കൻഡാണ് ഒരു സൈഡ് വേണ്ടി വന്നത്. അധികം എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ടൈമൊന്നും ആവശ്യമില്ല. കൂടുതലായി കഴിയുമ്പോൾ ശരിക്കും നന്നായിട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത്രയും അങ്ങനെ ഇട്ടിട്ട് ഒന്ന് 2 സൈഡും ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പം അതിന് ശേഷം ഇനി നമുക്ക് പഞ്ചസാരയുടെ പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ പഞ്ചസാരയുടെ സിറപ്പ് ഉണ്ടാക്കില്ലേ അതുപോലെ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വെച്ചതാണ് ഇതെല്ലാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സിറപ്പാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് സാധാരണ നമ്മൾ ഇതിനൊക്കെ ഉണ്ടാക്കുമല്ലോ, ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല സിറപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിളിൻ്റെ എസെൻസാണ് ചേർക്കുന്നത്. പൈനാപ്പിളിൻ്റെ എസെൻസ് പ്രത്യേക ഒരു ടേസ്റ്റും മണവും ഒക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം. വാനിലയുടെ ചേർക്കാം, ഒന്നുമില്ലെങ്കിലും ഏലക്കപ്പൊടി ഉണ്ടല്ലോ അത് പൊടിച്ചിട്ടാണെങ്കിലും ഇടാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല പാവായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് ഇടണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഈ ഷൂട്ടിൻ്റെ ഇടയിൽ സ്റ്റൗ ഓഫ് ചെയ്യാൻ മറന്നതാണ്. അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താ സംഭവിച്ചതെന്ന്. ഇത് ഓഫ് ചെയ്യണേ. നമ്മുടെ പാവായി കഴിയുമ്പം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ബ്രെഡിൻ്റെ ഈ വറുത്ത് വെച്ച ബ്രെഡൊക്കെ നമ്മൾ ഇട്ടിട്ട് 2 സൈഡും ഒന്ന് നന്നായിട്ട് മുക്കിയിട്ട് ഒരു ഇച്ചിരി നേരം ആ ഒരു ഇതിൽ തന്നെ വെക്കുക. അപ്പം ആ വെള്ളമൊക്കെ ഒന്ന് ബ്രെഡ് വലിച്ചെടുക്കുമല്ലോ. അതിന് ശേഷം നമുക്ക് കഴിക്കാം. ഇത് ഈ ബ്രെഡ് കാജ എന്നാണ് പറയുന്നത്. കാജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടല്ലോ, അത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പേര് ഇതാട്ടോ, അല്ലാതെ ഇത് പുതിയൊരു സംഭവമൊന്നും അല്ല, ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല. അപ്പോൾ ഇത് 2 സൈഡും അതുപോലെ മറിച്ചിടുകയാണ് ചെയ്യണത്. ഇത് പെട്ടെന്ന് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എത്ര ക്രിസ്പി ആണെങ്കിലും പെട്ടെന്ന് ആ ഒരു ഷുഗർ സിറപ്പൊക്കെ വലിച്ചെടുത്തോളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് അതൊന്ന് സിറപ്പൊക്കെ പിടിച്ച് കഴിയുമ്പം എടുത്ത് മാറ്റുക, അത്രയേ ഉള്ളൂ. ഇത് ശരിക്കും നല്ല എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പം ഇച്ചിരി മധുരം കൂടിപ്പോയി. നമ്മൾക്ക് മധുരത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ടാൽ മതിയേ. അത് പാവിൽ അങ്ങനെ വെച്ച് തിളപ്പിച്ചതുകൊണ്ടാന്ന് തോന്നുന്നു. അതെ, അത് കഴിഞ്ഞിട്ടും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇട്ടത്. അപ്പോഴത്തേക്കും എന്താ ഈ ഒരു അവസ്ഥയായി നമ്മുടെ പാത്രവും പാവമൊക്കെ ആയിട്ട്. ഇതിപ്പം എന്തോ ഒരു അവസ്ഥയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകലായിരുന്നു കേട്ടോ. ശരിക്കും അതങ്ങ് കരിഞ്ഞു പോയി, ഒട്ടും ഓർത്തേ ഇല്ല ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന്. ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. അപ്പം സ്വീറ്റ് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും കൂടെ മൂവിയൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ മൂവിയൊക്കെ കണ്ടിട്ട് നമ്മുടെ സ്വീറ്റൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗെന്ന് പറയണത്. അവസാനം കൊണ്ടൊക്കെ കരിഞ്ഞു കൊളമാക്കിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഇന്ന് മറന്നുപോയതാണ്. ചില സമയത്ത് ഇതുപോലെയൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു ദിവസം പോയി. അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പിയോ അല്ലെങ്കിൽ വ്ളോഗോ ആയിട്ടൊക്കെ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ. ഹായ്, നല്ല കാറ്റാണിവിടെ. അപ്പം നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഇന്ന് രാവിലത്തെ ഞാൻ വെറുതെ ഒന്നിങ്ങനെ കറങ്ങി നോക്കിയതാണ്, തല കറങ്ങുന്നത്.